അപ്പോൾ ഒന്ന് എത്തിയത് ആരാധ്യ ഗപ്പി ഫാമിക്ക് കേട്ടോ. അപ്പോൾ ഒരു 4-5 മാസം മുന്നാണ് വന്നത്. അപ്പോൾ വീണ്ടും വരാനുള്ള കാരണം നമ്മൾ ഈ ബാക്കിൽ കാണുന്നത് തന്നെയാണ്. പുതിയ അപ്ഡേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് വന്നാലും ഇവിടെ പുതിയ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് എത്ര വെറൈറ്റി ഇപ്പോൾ എടുക്കാണ്ട്? ഇപ്പോൾ ഇന്ന് കൊടുക്കാനായിട്ടൊരു 25-30 വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബൾക്കും കുറച്ച് അധികം ആയിരിക്കും അല്ലേ? അന്നേരത്തേക്കാളും ഇപ്രാവശ്യം ഹോൾസെയിൽ ഇല്ല, റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നതൊക്കെ ഇപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കി ഇനി ബൾക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു 10-25 വെറൈറ്റി ഇവിടെ ഇപ്പോൾ കൊടുക്കാനുണ്ട്. അത് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കി നോക്കാം. പിന്നെ ഒപ്പം ഈ ഫാമിൻ്റെ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ കാണുന്ന സെക്ഷൻ നമ്മുടെ ആരാധ്യ ഗപ്പി ഫാമിൻ്റെ പഴയൊരു സെക്ഷനാണ്. അപ്പോൾ വലിയൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം അവിടെ പോയിട്ട് എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷനൊക്കെ നടത്തി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഇത് ഓണം റിലീസിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ഒരു ഓഫറിലൂടെ ഓണത്തിന് നമ്മൾ ഈ ഒരു ഇവിടുന്ന് ആരാധ്യ ഗപ്പി ഫാമിലൂടെ ഗപ്പികൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയില്ലേ? ഇതിപ്പോൾ ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എത്ര ചെയ്തത്? വലിയ ടാങ്കുകൾ. അതെ. ഓ. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ? ഇത് ഓരോ സെക്ഷനായിട്ട് ഒരു 5-6 വെറൈറ്റി ബൾക്ക് അടിക്കാന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. സിമെന്റിന്റെ ആ സൈഡത്തെ ഭിത്തിയൊക്കെ ആക്കില്ലേ? ഇനി അടിയിൽ ചെയ്യണം. ഇനി ടാർപ്പാളിൻ വിരിക്കണം. ടാർപ്പാളിനാണ് ഇരിക്കുന്നത്. പടുത കുളമാണ് ചെയ്യുന്നത് അല്ലേ? ഫ്രെയിം മാത്രം സെറ്റ് ആക്കിയിട്ടുള്ളൂ അല്ലേ? സിമെന്റ് ഇടുന്നില്ല, പടുത കുളം. ഓക്കെ. ഇതിപ്പോൾ എത്ര ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്? ഇത് സ്ഥലത്തിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും ഒരു 18 അടിയൊക്കെ ഉണ്ടാവും നീളം. 18 അടി നീളം, ഒരു 10 അടി വീതി. ആഴെത്ര വരുന്നത്? 2 കട്ടയ്ക്ക്. 2 ഹോളോമിക്സിന്റെ കട്ടയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരു 2 അടീൻ്റെ അടുത്ത് 2.5 അടീൻ്റെ അടുത്ത് ഉണ്ടാവും അല്ലേ? 2 അടി. ഒരു 1.5 അടിക്ക് നമുക്ക് വെള്ളം നിർത്താം. എത്ര ടാങ്ക് സെറ്റ് ആക്കിയുള്ളൂ ഇങ്ങനത്തെ ഒരു 20-22 ടാങ്ക് ഇപ്പോൾ സെറ്റ് ആയത്. അപ്പോൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തപ്പോൾ എത്ര? അത് ഇതിനേക്കാളും വലുതാണുള്ളത്. ഇത് വലിയ ടാങ്ക്. അത് നമ്മൾ വേറെ രീതിയിൽ ബൾക്ക് അടിക്കാനുള്ള സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ബ്രൂഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാകും. ബ്രീഡായി തുടങ്ങി. അതെ, ബ്രീഡായി കുഞ്ഞുങ്ങളായി വരുന്നുണ്ട്. ഇതിലിപ്പോൾ എന്ത് ഫിഷാണ് ഇട്ടിട്ടുള്ളത്? ഇത് HB റെഡ് റോസ്. 5 മാസം മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അന്നൊന്നും വന്നപ്പോൾ ഈ സെക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ എല്ലാ സമയത്ത് വരുമ്പോഴും പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ സെക്ഷൻ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. വലിയ ടാങ്കുകളാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഗപ്പികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ തൊട്ടപ്പുറത്ത് കാണുന്ന സിമെൻറ്റിൻ്റെ ടാങ്ക്, അവിടെയും വലിയ ടാങ്കുകൾ 10-20 ടാങ്കുകൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയും വലിയ ടാങ്കുകൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ 1000 പീസ് 2000 പീസൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ തല വരെ നമുക്ക് ഗപ്പികളുടെ ടാങ്കുകൾ കാണാം. അപ്പോൾ നമുക്ക് ഇനി പഴയ സ്ഥലത്താണ് കുറച്ച് ഗപ്പികളുണ്ട്, അത് നോക്കാം. പിന്നെ ഇവിടെയും കുറച്ച് ഗപ്പികളുണ്ട്. അതൊക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് എന്താണ് മാർക്കറ്റിലെ റേഞ്ചൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇതിലിപ്പോൾ ഏതാ കാണണേ? ഇത് വൈറ്റക്സ്. നമ്മളെ പഴയ മോഡല്. അത് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും നല്ല ബോഡി തിക്നെസ് ഉള്ള ഫിഷാണ് ഇത്. ഇതെന്തൊരു ഇപ്പോൾ മാർക്കറ്റിൽ റേഞ്ച് ആകുമ്പോൾ 100 to 120 ആ റേഞ്ചിലാണ് വരിക അല്ലേ? ഇത് നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ റീറ്റെയിലുള്ളൂ. ഇതിലിപ്പോൾ ഇഷ്ടംപോലെ അറിഞ്ഞു. ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. കൊടുത്തു തുടങ്ങി. ഇപ്പുറത്തെ സൈഡിൽ ഇത് ഫുൾ ബ്ലാക്ക്. അത്യാവശ്യം നല്ല ബോഡി തിക്നെസ് ഉള്ള ഫിഷ് തന്നെയാണ് ഇത്. സ്റ്റെബിലിറ്റി ഉള്ളതും ലൈൻ പൊട്ടാത്തതായിട്ടുള്ള ഫിഷുകളാണ് ഇതിൽ ഇറക്കിയിട്ടുള്ളത്. ആണ് ഇതിൽ ചെയ്തിട്ടില്ല അല്ലേ? നമ്മളിപ്പോൾ ഈ ഷീറ്റ് ഇപ്പോൾ എത്ര മൈക്രോണുള്ള? 300 മൈക്രോണുള്ളോ? അപ്പോൾ അത്യാവശ്യം എടുക്കും അല്ലേ? 3 കൊല്ലാണ് ഒരു വാറണ്ടി. അതിന് വാറണ്ടി ഉണ്ട്, അവർ തരുന്നുണ്ട്. ഓക്കെ. നമ്മളെ ഈ ഫുൾ ബ്ലാക്ക് എന്താ റേഞ്ച് വരും മാർക്കറ്റിലപ്പോൾ? 100 to 120 ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് നമ്മുടെ ആൽബിനോ കോയി. ആൽബിനോ കോയിൻ്റെ അല്ലേ? അതിൻ്റെ സെക്ഷൻ അതിലൊക്കെ ആൽബിനോ കോയി തന്നെ അല്ല, ഇതിൽ മാത്രം മറ്റുള്ളതൊക്കെ പ്ലാറ്റിനം റെഡ്. അതിൻ്റെ ബ്രൂഡ് സെറ്റ് ആക്കിയതല്ലേ? നല്ല ഫിഷാ, നല്ല ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഗ്ലാസ്സിക്ക് ചെയ്യണം, നോക്കണം. ഇതിപ്പോൾ എത്ര ലെങ്ത്തിൽ ടാങ്കാണ് അപ്പോൾ ഇത് കാണുന്നത്? ഇതൊരു 12. അപ്പോൾ മഴക്കാലം ഉണ്ട്, വെള്ളം നല്ല ക്ലിയർ ആയിട്ടല്ലേ? അല്ല, ഇതിപ്പോ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാവും. ക്ലിയർ വാട്ടർ തന്നെ കിട്ടും. നമ്മൾ ടാർപ്പായ മുകളിലിട്ട് കാരണേ. ഓക്കെ. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് ആൽഗ വരിക. കുറേശ്ശെ ലൈറ്റ് അടിക്കുന്നത് നല്ലതാ. ഈ ഒരു ടാങ്കിലൊക്കെ ഇട്ടുള്ളത് ഇത് പ്ലാറ്റിനം റെഡിന്റെ ഹാഫ് മൂൺ. ഇതൊക്കെ ഇതിലൊക്കെ നടക്കണത്. അതെ. ഇത് നല്ല എൻക്വയറി ആയിരുന്നു നമ്മുടെ മുന്നത്തെ വീഡിയോയില്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് അധികം ഇട്ടിട്ടില്ലേ നമ്മള് എല്ലാ ടാങ്കിലും ക്വാളിറ്റി കിട്ടാൻ വേണ്ടിട്ടേ. നമ്മളൊരു 1000 പീസൊക്കെ ഇട്ടിട്ടുള്ളൂ ഓരോത്തിലും. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇതിൻ്റെ നമ്മൾ തല വരെ എത്തി. ഇപ്പോൾ ഇവിടെ ഏകദേശം 4 വലിയ ടാങ്കിൽ നമ്മൾ പ്ലാറ്റിനഡ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. അത് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് അവിടെ ചെയ്യുന്നത്. ഓരോ ടാങ്കിലും 1000 പീസോളം
ഓരോ ടാങ്കിലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1-2 മാസം ആയപ്പോഴേക്കും അവർക്ക് പ്ലാറ്റിനം കളറൊക്കെ നന്നായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിറഞ്ഞിരിക്കുക, ശരിക്ക് കളർ കയറി വരുന്നുള്ളൂ. നമുക്ക് മൊബൈൽ എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കണം കേട്ടോ, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ പ്ലാറ്റിനം ഉണ്ട് ഇപ്പം കൂടുതൽ ഇവിടെ ഇറക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയോ വലിയ ടാങ്ക് ഇവിടെ സെറ്റായിട്ടുള്ളത്. നല്ല പളുങ്ക് പോലെ തെളിഞ്ഞിരിക്കുന്ന ഒരു ടാങ്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് ഇരിക്കാനുള്ള ഇപ്പോൾ എന്താ ഈ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ? നമ്മൾ UG ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മുടെ പണ്ടത്തെ സിസ്റ്റം തന്നെയാണ്. അതെ, ഓ അതാണ് അടിഭാഗം അടക്കം കാണുന്നത്. ഇത്രയും തെളിഞ്ഞിരിക്കുക. ആഴ്ചയിൽ വെള്ളം ചേഞ്ച് ചെയ്യും. ഓ ഫുൾ ചേഞ്ച് ചെയ്യാതെ ഒരു 20% അങ്ങനെ ചേഞ്ച് ചെയ്യണം. ഓ നമ്മളിപ്പോ പടുത്ത് ചെയ്തിട്ടുള്ള സിമെന്റ് ടാങ്കിന്റെ സിസ്റ്റം തന്നെയാണ്. സെന്ററിലേക്ക് വേസ്റ്റ് വരുന്ന രീതിയിൽ അത് ഹോൾഡ് ഇട്ടാണ് ചെയ്തിട്ടുള്ള പടുത. അതെ, ഓക്കെ. മഴവെള്ളം വീഴോ അല്ലേ? കുറച്ച് മഴയും കുറച്ച് വെയിലും കൊള്ളണം, അങ്ങനെ ചെയ്തല്ലേ? നടുഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുക. അതെ, ഓക്കെ. അപ്പൊ ഒരു 20% മഴ കൊള്ളും, വെയിലും കിട്ടും. അവർക്ക് ഗപ്പിയുടെ സ്വാഭാവിക കളറും കിട്ടും വെയിലുള്ളതുകൊണ്ട് അല്ലേ? പിന്നെ പ്ലാന്റ് ചെറുതായിട്ട് ഇട്ടുണ്ട്, അപ്പൊ അത് വളരാനും കുറച്ച് നല്ലതാണ്. അതെ, അതിനാണ് അവിടെ നടുഭാഗം വെച്ചിട്ടല്ലേ? ഓക്കെ. പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രോത്ത് കൂടുതലുണ്ട് നമുക്ക്. നല്ല ഇത് കിട്ടുന്നുണ്ട്. അവർ നല്ല ആക്റ്റീവ് ആണല്ലോ, നല്ല ആക്റ്റീവ് ആണ് അവര്. ഇപ്പോൾ അതിൽ കിടക്കുന്ന ആൽബിനോ കോയൊക്കെ 1.5 മാസമായിട്ടുള്ളൂ. ഇങ്ങനെ സൈസായി വരും അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ വലിയ ടാങ്കുകളൊക്കെ കണ്ടു, പ്ലാറ്റിനം റെഡിൻ്റെ വലിയ സെക്ഷൻ കണ്ടു. ഇനി വേറെയും ഇതേമാതിരി സെക്ഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. ഇത് കുറച്ചുകൂടി വലിപ്പം കൂടിയിട്ടുണ്ടല്ലോ സിമെന്റ് ടാങ്ക്. ഇതൊരു 22 അടി നീളവും ഒരു 20 അടിയൊക്കെ 18 അടിയൊക്കെ വീതിയിട്ടുണ്ടാവും. വീതി 25 അടി നീളം ഉണ്ടാവും. വേറെ സെക്ഷൻ അല്ലേ? ഇത് വേറെ സെക്ഷൻ. ഇതിലേക്ക് ഫിഷുകളാണ് ഇടാൻ തുടങ്ങിയില്ലേ? ഇല്ല, ഇതിപ്പോ ഈ 1 മാസം വെള്ളം ഉണ്ടാവും ഇവിടെ. അതെ, അത് കഴിഞ്ഞിട്ട് ഇടുന്നോണ്ട് കുഴപ്പമില്ല, നമുക്ക് സൈഡ് മറക്കാത്ത തന്നെ തവളകളും ഒരു ഭാഗം മാത്രമേ മറച്ചിട്ടുള്ളൂ അല്ലേ? ഇതിപ്പോ എത്ര ലെങ്ത്തിലാണ് ഈ ടാങ്ക് സെറ്റ് ആക്കിയിട്ടുള്ളത്? ഇതൊരു 20-22 ഒക്കെ അടി ഉണ്ടാവും നീളം. ഒരു 5 അടി വീതി, 6 അടി വീതി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സെന്ററിൽ. അതെന്താ സംഭവം? ഇത് സാധാരണ നമ്മളെ UG മറ്റേ വലിയ ടാങ്കുകളില്ലേ, മറ്റേ ബയോഫ്ലോക്ക് ഒക്കെ, അതിൽ ചെയ്യണ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ചിനും എളുപ്പമാണ്, എല്ലാത്തിനും എളുപ്പമാണ്. ഓക്കെ. അവിടെ അതേമാതിരി ഷെഡ് ഇവിടെ ഇതുവരെ ഷെഡ് വരും അല്ലേ? അതെ. അപ്പോൾ ഇതിപ്പോൾ എത്ര സ്ഥലത്താണ് കിടക്കണം ഇപ്പോൾ? ഇത് കുറച്ചുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആരാധ്യ ഗപ്പി ഫാം ഇപ്പോൾ അന്ന് കണ്ട മാതിരിയല്ല കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഓരോ സമയത്തും അന്ന് ചെറിയൊരു ഫാമാണെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ 4 ഇരട്ടി വലിപ്പം വെച്ചു. നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ നമ്മളെ ഫിഷിൻ്റെ ഗപ്പികൾക്ക് മാത്രമായിട്ട് ചെയ്യുകയാണ്. ഗപ്പികൾ കൂടുതൽ ചെയ്യണം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽബിനോ കോയി, പിന്നെ ഫുൾ റെഡ്, അതൊക്കെയാണ് പ്ലാറ്റിനം റെഡ്, അതൊക്കെയാണ് കൂടുതലിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് ഇത് ഫുള്ള് നമ്മളെ ഗപ്പികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഗപ്പികളെ കാണാം. ഒരു 10-20 വെറൈറ്റി നമുക്ക് നോക്കാനുണ്ട്. അത് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് എന്താണ് അതിൻ്റെ മാർക്കറ്റ് റേഞ്ചൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്ലാറ്റിനം വൈറ്റ്. അതിപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അത് കിട്ടുന്നുണ്ട്. കാരണം വേറെ ഒരു കളറും അതിന് ഇറങ്ങുന്നില്ല. നല്ല പക്കാ ക്വാളിറ്റിയിൽ എല്ലാത്തിനും ഇയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ റിങ്ങിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. അത് നമ്മളിവിടെ നമ്മൾ നേരത്തെ ആ വലിയ ഫാമിൽ കണ്ട പ്ലാറ്റിനം ചെയ്ത മാതിരി പ്ലാറ്റിനം വൈറ്റും അതേമാതിരി ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി, എല്ലാത്തിനും ഇയറൊക്കെ വരുന്നത്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നോക്കാം. ഇപ്പോൾ കുറേ ഉണ്ടല്ലോ ഇതിലേ. അതിപ്പോൾ കുഴപ്പമില്ലാണ്ട് ഉണ്ടാവും. സ്റ്റെബിലിറ്റി ഉണ്ട്. അതെ, പക്ക സ്റ്റെബിലിറ്റി ആയിരിക്കും. വേറെ ഒരു ഒന്നും ഇറങ്ങില്ല. ഓക്കെ. ഈ ഇപ്പോൾ കാണിക്കുന്നത് കൊടുക്കാനുള്ള സൈസ് അല്ല, കൊടുക്കാനുള്ള സൈസ് വേറെ സൈസ് ഉണ്ട്. ഇതിപ്പോൾ എന്ത് വരും ഇപ്പോൾ മാർക്കറ്റിൽ റേഞ്ച്? ഇപ്പോൾ ഇത് 150-200 ആ റേഞ്ചിലാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. ഇത് ബ്രൂഡാണ്. ഇത് ബ്രൂഡ്. ബ്രൂഡാണ് അത്രയും ചെയ്യുന്നുണ്ടല്ലേ? അത് അത്യാവശ്യം എൻക്വയറി ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് ബ്രൂഡിൻ്റെ എണ്ണം കൂട്ടിയതല്ലേ? നമ്മൾ പിന്നെ അത് ഫുള്ള് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. ഇത് നേരെ തിരിച്ച് അല്ലേ? ബ്രൂഡിനെ പുറത്തേക്കും കുഞ്ഞുങ്ങളെ കൂട്ടിലും. ഓക്കെ. 5 kg വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കേജിൽ നിന്ന് ഇപ്പോൾ എന്ന് നമുക്ക് എടുക്കാണ്ടാവും? നമുക്ക് അത്യാവശ്യം കിട്ടും. എന്നും കേജിൽ നിന്ന് എടുക്കും? ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് എടുക്കും. കുഞ്ഞുങ്ങളെ കിട്ടും. ഇതിപ്പോൾ ഈ ബ്രൂഡ് ഇപ്പോൾ എത്ര മാസം പ്രായമായിട്ടുണ്ടാവും? അതൊക്കെ ഇത് ഒരു 8 മാസമൊക്കെ ഉണ്ട്. 8 മാസം പ്രായമായത്. ഈ ബ്രൂഡ് ഒന്നിച്ച് മാറ്റി ചെയ്യണോ അത് കഴിഞ്ഞാൽ? അതോ അത് മൊത്തത്തിൽ മാറ്റി അടുത്ത പ്രാവശ്യം ഇത്രയും എണ്ണം കൂടുതൽ ഇറക്കി കൊടുക്കും? ഓക്കെ. എടുക്കാൻ പോകുന്നേ ഇത് മെറ്റൽ റെഡ് റോസ് ക്രൗൺ ടൈല്. ടൈലുമ ഒരു ക്രൗൺ ടൈപ്പ് വരുന്നത് വരും. രണ്ടും ഉണ്ടാവും. ഉണ്ടാവും.
നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫിഷാണ്. അതെ, ആ നല്ല വലിയ സൈസും വരും അല്ലേ? അതെ, ബിഗ് സൈസ് ആയിട്ട്. ഇത് അത്യാവശ്യം നമുക്കത് റിബൺ ഇതിന് കിട്ടും. ഓക്കെ, ഇത് എന്ത് റേഞ്ച് വരും അപ്പോൾ? അത് 200 to 250 ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് നമ്മൾ ടോപ്പാസ് ബ്ലൂ അല്ലേ? ടോപ്പാസ് ബ്ലൂ. ഇത് ബ്ലൂന്ന് റെഡ് ഇറങ്ങും, രണ്ടും കാണിക്കും അല്ലേ? ആ ലൈനാണ്. ഓ, നമുക്ക് രണ്ടിനും നല്ല ഡിമാൻഡ് ഉള്ള കാരണം നമ്മൾ ഇത് തന്നെ കീപ്പ് ചെയ്യണതാ, പണ്ട് തൊട്ടേ ഉള്ളതാ. കൂടുതൽ ഏതാ വരുന്നത്? ബ്ലൂ ആണോ റെഡ്? കൂടുതൽ ബ്ലൂ, രണ്ട് സെയിം ആയിട്ട് കിട്ടലുണ്ട്. ടെയില് നല്ല വരും അല്ലേ? നമ്മുടെ ജപ്പാൻ ബ്ലൂ ടെയിലിന്റെ മാതിരി. അതെ, നമുക്ക് മീഡിയം സൈസ് ആയിട്ടുള്ളൂ. ഇനിയും വരാണ്ട് ശരിക്കും ടെയിൽ നടത്തും. അപ്പോൾ ഇത് എന്തൊരു റേഞ്ചൊക്കെ? ഇത് 100 to 150 റേഞ്ച്. ഓക്കെ. ഇത് അടുത്തത്? ഇത് പർപ്പിൾ ഇയർ കോയി. പർപ്പിൾ ഇയർ കളറുള്ള ഇയർ കോയി അല്ലേ? അതെ. അത് നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഫിഷാണ്. ഓക്കെ. സൈഡ് വീമ്പോ ടോപ്പി ഒക്കെ സൂപ്പർ അല്ലേ കാണുന്നത്? ഇത് ബ്ലാക്ക് ഐ വരുന്നല്ലേ? അല്ല, ഇത് ആൽബിനോ ആണ്. ആൽബിനോയിൽ വരുന്നത്. ആൽബിനോയിൽ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷ്. ഓക്കെ. ഇത് എന്ത് റേഞ്ച് വരും? അത് 250 to 300. ഓക്കെ. ഇത് മെറ്റൽ ബ്ലൂ ഷോർട്ട് ബോഡി. മെറ്റൽ ബ്ലൂവിന്റെ ഷോർട്ട് ബോഡി. നല്ല രസമുണ്ടല്ലോ ഇത്. നല്ല എൻക്വയറി ഉള്ള സാധനം ഇത്. പ്ലാന്റ് ഡ്രാങ്ക് അതിലൊക്കെ നല്ല ഭംഗിയായിരിക്കും, നല്ല മൂവ്മെന്റ് ഉള്ള സാധനമാണ്. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ റേഞ്ച് വരും ഇപ്പോൾ? ഇത് 250 to 300 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇത് യെല്ലോ ടാക്സി. പഴയ ഫിഷാണ്. ബ്ലാക്ക് ഇത് ഷെയ്ഡ് കാണിക്കും അല്ലേ? ഷെയ്ഡ് കാണിക്കും. ഓക്കെ. ടെയില് യെല്ലോ കളർ ആയിട്ടുള്ളത്. യെല്ലോ നല്ല സൈസും വരും കേട്ടോ, നല്ല ബിഗ് സൈസ് വരും അല്ലേ? ഓക്കെ. കുഞ്ഞുങ്ങളെ ഹൈഡിങ് പ്ലേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കുഞ്ഞുങ്ങളെയും കിട്ടും. ബോക്സ് വേണമെന്നില്ല. ഇതെന്ത് റേഞ്ച് വരും? ഇത് 100 to 120. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ബ്രൂഡ് സെറ്റാക്കിയതാണോ കൊടുക്കാനുള്ളത് തന്നെയാണ് ഈ റിങ്ങിലൊക്കെ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളാണ് റിങ്ങിൽ സെറ്റാക്കിയുള്ളത്. ഓക്കെ. ഇന്നത്തെ എത്ര റിങ്ങാണ് അപ്പോൾ ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു 45-50 റിങ്, ചെറിയ റിങ് ഉണ്ട്. റിങ്ങുകളുണ്ട്. ഓക്കെ. ഇപ്പോൾ എല്ലാ റിങ്ങിലും ഇപ്പോൾ ഒന്നിലും ഒഴിഞ്ഞു നടക്കണില്ല, എല്ലാത്തിലും ഫില്ല അല്ലേ? അത് ഇപ്പോൾ കുറച്ച് വർക്ക് നടക്കണ കാരണം കുറച്ചെണ്ണത്തിലൊന്നും ഇല്ല. പുതിയ ഫാമിൻ്റെ പണിയൊക്കെ ആയിരുന്നു. ഇത് ചില്ലി മൊസൈക്ക്. ഓക്കെ. പ്ലാറ്റിനം കളർ ഫില്ലാണതല്ലോ അത്? അല്ലല്ല, നോർമലാണ്. പക്ഷെ നല്ല ഈറ് വരും. ഈറെല്ലാം കാണിക്കും അല്ലേ? ഈറാണ് അതിന്റെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. നല്ല ബ്ലൂയിഷ് ഈറായിട്ട് കാണിക്കും. അതെ. ഇതിപ്പോൾ എന്ത് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? 100 to 120 ആ റേഞ്ചിൽ. ഓക്കെ. ഇത് ഫുൾ ഗോൾഡ്. കുറേ ഉണ്ടല്ലോ അത്. ഫുൾ ഗോൾഡ്. ഇത് ബ്രൂഡാണ് നമ്മൾ ഗള്ളിയർ വരുന്നത്. ഗ്ലാസ്സൊക്കെ എടുത്ത് നോക്കാം. നല്ല ഗള്ളിയർ വരും, നല്ല ഗ്ലെയർ കാണിക്കും അല്ലേ? ഫീമെയിലിനും ഇയർ കാണിക്കും അല്ലേ? ഫീമെയിലിന് ഇയർ കാണിക്കേണ്ടതാണ്. നല്ല ബോഡി സൈസ് നല്ല വരും ചെയ്യും ഫീമെയിലിന്. ഓക്കെ. ഇത് എന്ത് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്? അത് 250 to 300 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ആ റേഞ്ച്. നോൺ റിബൺ ആണെച്ചെങ്കിൽ 120 രൂപ ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു ഫീമെയിൽ നല്ല വലിയ സൈസ് അല്ലേ? അത് ബ്രൂഡാണ്. അപ്പോൾ അത്രയും ഇയർ കാണിക്കും ഫീമെയിലിന്. അതെ. ഇത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണെങ്കിൽ നന്നായിട്ട് സെയിം കളറായ കാരണമാണ്. അതെ, കളർ കട്ടത്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഐ കോയി. നമ്മൾ അൽബിനോ കോയുടെ അത്രയും പെർഫെക്ഷൻ കിട്ടൂലേ? ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും സൈസാക്കി എടുത്തിട്ടുണ്ട് മെയില്. അത് വലുതും മെയിലാണ് ഇതില്. അത്യാവശ്യം നല്ല സൈസിൽ മെയിൽ വരുന്നുണ്ട് അല്ലേ? അൽബിനോ കോയിൽ ശരിക്കും ചുരുക്കം പറഞ്ഞാൽ മെയിൽ കുറച്ച് ചെറിയ സൈസ് അല്ലേ? പക്ഷെ ഇതൊക്കെ മെയിലുകളാ. ഇതൊക്കെ മെയിലുകളാ. നല്ല വലിയ സൈസിൽ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരീക്ഷണം നടത്തി ഇങ്ങനെ കൊണ്ടുപോകാ. വലിയ സൈസിലേക്ക് എത്തിയില്ലേ? പരീക്ഷണം എന്ന് വെച്ചാൽ നല്ല ആർട്ടിമിയ കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് നന്നായിട്ട് ഹെൽത്തി വരും. ഓക്കെ. ഇതൊന്ന് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കാം. അപ്പോൾ കാണുന്നല്ലേ? അടിപൊളി. അത്യാവശ്യം ക്യാപ്പും എല്ലാത്തിനും ചെറിയ ക്യാപ്പല്ല, ഒരു തല മൊത്തമായിട്ട് ക്യാപ്പ് വരും ഇതിന്. ഇതെന്ത് റേഞ്ച് വരും? ഇത് 100 to 150 റേഞ്ചിൽ വരുന്നത്. പിന്നെ നമ്മൾ അന്ന് കണ്ട ഫുൾ ഗോൾഡിന്റെ ഫുൾ റെഡിന്റെ അതല്ലേ? ഫുൾ റെഡ് ഹെവി ബോഡി സൈസ് വരുന്നത്. ഇതാണ് ചെയ്യണുള്ളൂ, മറ്റേ ചെയ്യുന്നില്ല. ഇതാണ് ഇപ്പൊ നന്നായി പോണത്. ഇതൊക്കെ ഒരു മീഡിയം സൈസാണ്, കൊടുക്കാനുള്ള സൈസുകളാണ്. ഇതിപ്പോ എന്ത് റേഞ്ച് വരും ഇപ്പോൾ ഫുൾ റെഡ്? 250 to 300 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. പഴയ റേറ്റ് തന്നെയാണ് ഇതൊക്കെ. ഇത് വരുന്നത് ഇത് യെല്ലോ ഗ്ലാസ് ബെല്ലി ഷോർട്ട് ബോഡി വരുന്നത് സീത്രൂ കോഴി മാതിരി അല്ലേ? നന്നായിട്ട് ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോണ ഫിഷാണ്. ഗ്ലാസ് ബെല്ലിയിൽ വരുന്ന വെറൈറ്റി. അൽബിനോ വരുന്നത് ബ്ലാക്ക് ഐ വരുന്നത്. ഇത് നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാണ്. ഒരു ഹൈഡിങ് പ്ലേസ് ഉണ്ട് വെച്ചാൽ അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് ഇറങ്ങിയിട്ട് കിട്ടും.
ആ ഇതെന്താ റേഞ്ച് വരുന്നത്? 100 to 120 റേഞ്ച്. ആ പിന്നെ ഇവിടുത്തെ വലിയ സെക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഓ ഇതായി ടാങ്കിലിട്ടത് ഇത് സിൽവറോടെ HB റെഡ്. സിൽവറോടെ HB റെഡ്. ഓ ഇത് അത്യാവശ്യം ചെയ്യുന്നുണ്ട് അല്ലേ? അത് കുഴപ്പമില്ലാണ്ട്. ഇപ്പുറത്തും അതിനാണോ? അത് ബ്രൂഡാ. ബ്രൂഡ് അതിൻ്റെ. ഇത് കൊടുക്കാനുള്ളതും അല്ലേ? കൊടുക്കാനുള്ളത്. അടിപൊളി അടിപൊളി. ഇതൊക്കെ പഴയ കാലത്തൊക്കെ നല്ല പവർ സാധനമായിരുന്നു. ഇപ്പം നമുക്ക് നല്ല ഇത് ഹോൾസെയിൽ നമ്മൾ സ്ഥിരം കൊടുക്കണവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഓക്കെ ഇതെന്ത് റേഞ്ച് വരും? 100 to 120. ആ അടുത്തതിലേക്ക് എത്തിയാവും. ഇതൊക്കെ നല്ല ലുക്കായിട്ടുണ്ടല്ലോ വാട്ടർ പാൻ്റൊക്കെ വെച്ചിട്ട്. കുറച്ച് ചെയ്താ. ഇത് നമ്മുടെ ആൽബിനോ റെഡ് ഇയർ കോയാണ് ഇതിലുള്ളത്. ഓ എപ്പോഴും എനിക്കൊരു ആളുകൾ ചോദിച്ചു വരുന്ന ലൈറ്റാണത്. നമുക്കൊരു 2 മാസം ആകുമ്പോഴേക്ക് ഈറ് കയറും കേട്ടോ. ഈറ് കയറുന്നുണ്ട്. അതെ. ഓ ഓ ഓക്കെ. ഒക്കെ ഈറ് കയറി തുടങ്ങിയ സൈസുകളാണ്. അപ്പുറത്തും അതിനാണോ അതിൻ്റെ? ഇത് അതിൻ്റെ തന്നെ സീത്രൂ ആണ്. അതിൻ്റെ അല്ല, അത് കോയി സീത്രൂ ആണ്. ഗള്ളിയർ റിബൺ. ഓക്കെ സീത്രൂ വരുന്നത് അല്ലേ? സീത്രൂ ആണ്. ഓ ഓ ഗള്ളിയറാണ് വരുന്നത്, റിബൺ ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ കൊടുക്കാനുള്ളതാണ് അല്ലേ? ഇത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ കോയിന്ന് ക്ലാസ്സിക്ക് എടുക്കാം. ഓക്കെ. ഓ നല്ല വലിയ സൈസിലുള്ളത്. അത് നമ്മുടെ ബ്രൂഡാണ്. ഓക്കെ ഓക്കെ. നല്ല പവർഫുൾ സംഭവമാണത്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എന്ത് റേഞ്ച് വരും? ഇപ്പോൾ അത് 250 to 300 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇത് എപ്പോഴും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടണ സാധനം കിട്ടണം. ഓക്കെ. നമ്മളെ പ്ലാറ്റിനം റെഡ് ഉണ്ടല്ലേ കുറേ? അത് പ്ലാറ്റിനം റെഡ് നമ്മുടെ ഹാഫ് മൂണിൻ്റെ കുഞ്ഞുങ്ങളാണ്. 2 മാസമായ ബേബീസാ. ഓ ഓക്കെ. സ്റ്റെബിലിറ്റി ഉള്ള ഫിഷാട്ടാ ഇത് കറക്റ്റ് അല്ലേ? ആ ഇത് കാണിക്കണേ അത് HB ബ്ലൂ ഹാഫ് മൂൺ. HB ബ്ലൂ ഹാഫ് മൂൺ അല്ലേ? ഓ നല്ല രീതിയിൽ പഴയ കാലത്ത് HB ബ്ലൂന്ന് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് അല്ലേ? അതെ. ഒരു ഹാഫ് മൂൺ വരുന്നത്. ഓക്കെ. ഹെവി ബോഡി വരും, നല്ല നല്ല ടൈൽ വരും. ഇതിൽ കാണുന്നത് ഒരു മീഡിയം സൈസ് ആണ്. ഇതെന്ത് റേഞ്ച് വരും? 100 to 150. അടുത്തത് കാണുന്നത് സിൽവറോഡോ HB ബ്ലൂ. സിൽവറാഡോ HB ബ്ലൂ. ഓ HB ബ്ലൂവിൽ സിൽവറാഡോ വരുന്നത്. ഓ ഓക്കെ ഓക്കെ. ഒക്കെ ഇപ്പോഴും നല്ല എൻക്വയറിയുള്ള ഫിഷുകളാണ് വരുന്നത്. ഓ ഇത് നല്ല ടൈലും അത്യാവശ്യം വരും അല്ലേ? നല്ല ടൈലും വരും, കുഞ്ഞുങ്ങളും അത്യാവശ്യം കിട്ടുന്നുണ്ട്. സിൽവറോടെ HB റെഡിന്റെ പോലെ തന്നെയാണ്. അതെ. ഓ ഓ കുഞ്ഞുങ്ങളും നന്നായി ഇറങ്ങും. ഓക്കെ. ഇതെന്ത് റേഞ്ച് വരും? 100 to 150. ഇത് കാണിക്കുന്നത് ഏത്? ഫുൾ റെഡോ? ഫുൾ റെഡ്. ഫുൾ റെഡിന്റെ ഗള്ളിയർ. ഓ നമ്മൾ ആദ്യം കാണിച്ചത് ഫുൾ റെഡിന്റെ എന്തായിരുന്നു? അത് ഹൈ ഡോർസ് വരുന്നത്. ഇത് ഗള്ളിയർ കാണിക്കുന്നത്. ഓ അതാണ് തമ്മിൽ വ്യത്യാസം വരുന്നത്. അത് അത്യാവശ്യം നല്ല ബോഡി ഇത് വരും അല്ലേ? നല്ല ഫിഷാ. ഓ ഓക്കെ. ഇത് എന്ത് റേഞ്ച് വരും ഇപ്പോൾ? അത് 250 to 300. ഓക്കെ. അടുത്തത് ഇത് പ്ലാറ്റിനം റെഡ് ഹാഫ് മൂൺ. ഈ പ്ലാറ്റിനം റെഡ് ഇത് എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള വിഷയമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ട ടാങ്കിൽ ഇവിടെയും കുറേ ആദ്യം ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓ ഓക്കെ. ഇത്രയും ചെയ്തിട്ട് ആ ക്വാളിറ്റി എപ്പോഴും നല്ല കിട്ടുന്നുണ്ട്. ഇത് ഹാഫ് മൂൺ കിട്ടും നമുക്കൊരു 2 മാസം 2.5 മാസം കഴിഞ്ഞാലാണ് ഇതിന്റെ ഹാഫ് മൂൺ കറക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ ഓക്കെ. ഒരു 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമുക്കിപ്പോൾ ബൾക്ക് ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ ബൾക്കില്ലല്ലോ. സെയിൽ നമുക്ക് ഒറ്റ വിഷു ഇല്ല. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. റീറ്റെയിൽ ഉള്ളൂ. ഇതിപ്പോൾ എന്ത് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും? ഇപ്പോൾ ഇത് 100 to 150 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത് കാണുന്നത് ഇത് സിൽവറാഡോ ടെക്സിഡോ കോയി. സിൽവറാഡോ ടെക്സിഡോ കോയി. ഓ ഓ സിൽവറാഡോ ടെക്സിഡോ കോയി വരുന്നതാ അല്ലേ? ബലൂൺ ടൈപ്പ് പോലെ വരും. ഫീമെയിൽ. ഓ ഓ ഓ. ഇത് പുതിയ മോഡൽ അല്ലല്ലോ? പഴയതല്ലേ? പഴയ മോഡൽ. പഴയ തന്നെയാണ്. അത്യാവശ്യക്കാരുള്ള കാരണം നമ്മളത് കീപ്പ് ചെയ്യണതാണ്. ഇത് എന്ത് റേഞ്ച് വരും? അത് 100 to 150 റേഞ്ച്. ഇത് നമ്മുടെ ജപ്പാൻ ബ്ലൂ. ഓ നല്ല ബോഡി തിക്നെസ്, നല്ല ടൈലും വരും. എല്ലാം വരും. എല്ലാം പെർഫെക്ഷൻ ആയിട്ട് കിട്ടുന്നതാണ്. എല്ലാം ഈ ബ്ലൂ കളറായിട്ട് പഴയ ലൈനാണ്, പക്ഷേ ഇപ്പോഴും നല്ല മൂവ്മെന്റ് ഉള്ള ഐറ്റാ. കളർ നല്ല കിട്ടും ബ്ലൂ. ഇതെന്ത് റേഞ്ച് വരും? 100 to 150. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് HB റെഡ് റോസ്. HB റെഡ് റോസ്. ഈ ഫീമെയിൽ നല്ല സൈസാണല്ലോ. അതെ അതെ, നല്ല സൈസുള്ള വിഷയമാണ്. ഓ നല്ല മെയിലുകളും നല്ല ബോഡി തിക്നെസ് വരും. ഓക്കെ ഓക്കെ. ഇമ്മ്യൂണിറ്റി ഉള്ള വിഷയങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ബൾക്ക് അടിക്കാം. ഇത് ലൈൻ പൊട്ടില്ല. നമ്മളെ ഫീമെയിലാണ് അതിന്റെ ഹൈലൈറ്റ് ചുരുക്കം പറഞ്ഞാല്. ഫീമെയിൽ നല്ല ബോഡി വരും, നല്ല ബോഡി സൈസ് വരും. ഓ ഭംഗി, നല്ല ഭംഗിൻ്റെ ഇപ്പോൾ ഫീമെയിലാണ്. ഓക്കെ. ഇതെന്ത് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? 100 to 120 ആ റേഞ്ചിലാണ്. ഓക്കെ. ഇതിൽ കുറേ കുഞ്ഞുങ്ങളെയും കിട്ടും ഇപ്പോൾ? ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കിട്ടും. ഓക്കെ. ഈ സെക്ഷനിലൊക്കെ ഇവിടെ എന്താ ചെയ്തപ്പോൾ?
ഇപ്പൊ നമ്മളിത് നമ്മുടെ പഴയ ഡിസ്പ്ലേ ടാങ്കുകളാണ്. അതിപ്പോ നമ്മള് ബീറ്റാസിനെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. പുതിയ എത്ര ഐറ്റം ബീറ്റാസ് ഇറങ്ങി ഇപ്പോ? നമ്മളിപ്പോ OHM അങ്ങനെ 3-4 വെറൈറ്റി ഉള്ളൂ നമ്മുടെ. അതെ, നമ്മൾ ബൾക്കായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അതും ബൾക്കായി ചെയ്യാൻ നിൽക്കുക. കൊടുക്കാനായപ്പോ ബ്രീഡ് അല്ലാതെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. കൊടുക്കാനായിട്ടില്ല, കൊടുക്കാറായിട്ടില്ല. ഇല്ല. ഇതിലൊക്കെ അതിനാ ചെയ്യുന്നല്ലേ? അതെ അതെ, ബെറ്റാസിന്റെ കളക്ഷൻ. ഇതൊക്കെ അടുത്ത തവണ നമുക്ക് ബെറ്റാസിന്റെ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോഴേക്കും ആവും. ഓക്കെ, നമ്മുടെ അക്ടീമിയ കൊടുക്കുന്നതിന്റെ സെക്ഷൻ അല്ലേ? അതെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹാച്ചിങ് കൂടുതലുണ്ട്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഒരു സെയിലിനുണ്ട്. അക്ടീമിയ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. ബോട്ടിലല്ല ഇത് ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. ഗ്ലാസുകൾ അതെ കൊടുക്കാറുണ്ട്. ഈ സെറ്റോട് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കണൊക്കെ നല്ലത്, ഏറ്റവും നല്ലത്. ഇത് എന്ത് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബോക്സ് ഇങ്ങനത്തെ ഒരു പാക്ക്? അത് 1800 രൂപ. ഇതിപ്പോ എന്ത് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ? 1800 to 2 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. റേഞ്ചാണ് വരിക. ഇതിലിപ്പോൾ എത്ര നമുക്ക് ഇടാൻ പറ്റും? നമുക്ക് ഇതിലൊരു 25 ഗ്രാമൊക്കെ വെച്ച് ഇടാൻ പറ്റും. ഇവിടെ ഏത് അക്ടീമിയ യൂസ് ചെയ്യണത്? ഇത് യെല്ലോ റിംഗ്. ഇതിന്റെ വലിയ ടൈപ്പ് ഉണ്ട് നമ്മുടെ കൊടുക്കാനും. ഈ കാണുന്നതാണ് നമ്മൾ അധികം ഫിഷ് ഉള്ളപ്പോഴാണ്. കുറച്ചുകൂടി വലുതല്ലേ? ഫിഷ് കൂടുതലുള്ളപ്പോൾ ഇരിക്കുള്ളതാണ്. ഇതിനൊരു 6 രൂപ റേഞ്ചിൽ വരും അല്ലേ? ഇതൊക്കെ ഇവിടെ ഒന്ന് മേടിച്ച് കൊണ്ടുപോകാൻ നല്ലത്. അതിലൊരു 25 ലിറ്റർ വെള്ളം കയറും. 25 ലിറ്റർ വെള്ളം പോകൂലേ? ഹെവി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. സുഖമാണ് ഇത് ചെയ്യാൻ, എടുക്കാനൊക്കെ. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാം അടിയിലേക്ക് വരും. അതെ, കറക്റ്റ് ആയിട്ട് നമുക്ക് ഹാച്ച് ചെയ്ത് കിട്ടും അല്ലേ? വെറുതെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഹാച്ച് ചെയ്ത് മൊത്തം വരും. നമുക്ക് വെറുതെ ഒന്ന് അരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ബെറ്റാസിന്റെ ബ്രീഡിംഗ് സെക്ഷൻ ബ്രീഡിങ് ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങിയില്ലേ? എല്ലാത്തിനും ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ അതിനാ ചെയ്യുന്നത്? അതെ അതെ, എല്ലാ ട്രിപ്പ് ഒരു 10 മെയിലിനിട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ബ്രീഡായി കിട്ടിയിട്ടുണ്ട്. 1-2 പോയിട്ടുള്ളൂ. ഇപ്പൊ ടെറസിന്റെ മുകളിൽ സെറ്റ് ആക്കിയതാപ്പോ അക്വേറിയങ്ങൾ ഇതിലൊക്കെ എന്താ ചെയ്യാൻ വേണ്ടിട്ടാ? അവിടെ ഇത് ഡിസ്പ്ലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്പ്ലേ. അത് വലിയ അക്വേറിയം ആണ് അല്ലേ? 2x2 ഹൈറ്റും ഉണ്ടാവും അത്യാവശ്യം. കസ്റ്റമേഴ്സിൽ ഒന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ? അതെ, മറ്റേ ടാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടൂലേ? ഓക്കെ. ഇങ്ങനത്തെ എത്ര അക്വേറിയം സെറ്റ് ചെയ്യണ? ഇവിടെ 40-50 അക്വേറിയം കയറ്റാനുള്ള പരിപാടി. അതെ, ഫ്രെയിം വെച്ചിട്ടല്ലേ? ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുറച്ച് ഗപ്പികൾ നോക്കി. ഇനി നമ്മൾ വേറെ സെക്ഷനിലേക്ക് എത്തി. ഫാമിൽ നിന്ന് കുറച്ച് ദൂരെയാണിത്. അപ്പോൾ ഇവിടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ അതിനായിട്ട് മാത്രം ഒരു സെക്ഷൻ ആക്കിയിരിക്കുകയാണ്. സിമെൻറ്റ് ടാങ്കിലാണ് അവിടെ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയിൽ അവിടെ ചെയ്യുന്നത്. ഡാർക്ക് നൈറ്റ് എപ്പോഴും നല്ല എൻക്വയറി ഉണ്ടായതുകൊണ്ടാണ് നല്ല ഡിമാൻഡുള്ള സംഭവം. അതുകൊണ്ടാണ് അതിന് മാത്രമായിട്ട് ഒരു സെക്ഷൻ അവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ആദ്യം നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സിമെൻറ്റ് ടാങ്കിൽ സെറ്റ് ആക്കിയില്ലേ? ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ അല്ലേ? ബാച്ച് തിരിച്ചിടാനേ അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടാണ്. നമുക്ക് 8 ടാങ്കാണ് ഇത് വലുതുള്ളത്. ഇത് ഫുള്ള് സിമെന്റ് അല്ലേ? സിമെന്റ് ടാങ്കില്. ഇത് ഇനി മെയില് ഫീമെയില് സമയമുള്ളപ്പോൾ തിരിഞ്ഞിടാറുണ്ട്. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ മാറ്റിയിടും. ഓക്കെ, നമുക്കത് കൊടുക്കാനുള്ളതൊന്നും ക്ലാസ്സിക്ക് എടുക്കാം. അപ്പോൾ അതാണ് ക്ലാസ്സിക്ക് എടുക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. നല്ല കളറാണുള്ളത്. ഓക്കെ, ബോഡി കളർ ഫുള്ള് ഫില്ലാവും അല്ലേ? അതെ. ഇതിൽ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇതെന്ത് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? ഇത് നമുക്ക് 100 to 120 ആ റേഞ്ചിലാണ് അല്ലേ? ആ റേഞ്ച്. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മളൊരു 10 വെറൈറ്റി നോക്കിയില്ലേ? അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഓണത്തിന് ഒരു 1000 രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാറ്റിനം റെഡിൻ്റെ പെയർ ഫ്രീ ആയിട്ട് കൊടുക്കാം. ക്വാളിറ്റിയുള്ള പെയർ കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമ്മൾ പഴയ മാതിരി തന്നെ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്? ഓൾ ഇന്ത്യ ഇല്ല. നമുക്ക് ചില സ്ഥലത്തേക്ക് ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അയക്കാൻ പറ്റുന്നില്ല. അതെ. അപ്പോൾ നമുക്ക് തമിഴ്നാട്, ബാംഗ്ലൂര്, കർണാടക അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. കേരളം മൊത്തം? കേരളം എല്ലായിടത്തും കൊടുക്കാം. പിന്നെ ഇവിടെ വന്ന് മേടിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആരാധ്യ ഗപ്പി ഫാമിൻ്റെ പുതിയ അപ്ഡേഷൻ? അപ്പോൾ ഇനി ഇതിൽ വലിയൊരു അപ്ഡേഷൻ വരാൻ പോകുന്നത്, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫാമിലൊക്കെ ഫുള്ളി നമ്മളഞ്ഞ ഗപ്പികളെ കൊണ്ടൊന്ന് അറിയും. പിന്നെ ബെറ്റാസും ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആരാധ്യ ഗപ്പി ഫാം ഇപ്പോഴത്തെ വില്ലേജ് എല്ലാവർക്കും